കൂരിയാട് പനമ്പുഴ റോഡിൽ കണ്ടെയ്നർ ലോറി ഇലക്ട്രിക് പോസ്റ്റിൽ തട്ടിയതിനെ തുടർന്ന് മുറിഞ്ഞു വീണ ഗതാഗതം മുടങ്ങി. ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനുള്ള പ്രവൃത്തികൾ ആരംഭിച്ചു. പ്രദേശത്തെ ഉയരം കുറഞ്ഞ ഇലക്ട്രിക് തൂണുകൾ മാറ്റി ഉയരമുള്ള തൂണുകൾ സ്ഥാപിക്കുകയാണ്. ദേശീയപാത കൂരിയാട് ഇടിഞ്ഞതോടെ കൂരിയാട് പനമ്പുഴ റോഡിലൂടെയാണ് വാഹനങ്ങൾ പോകുന്നത്. വലിയ വാഹനങ്ങൾ ഇതുവഴി പോകുമ്പോൾ ലൈനിൽ തട്ടുന്നത് പതിവായിരിക്കുകയാണ്. ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തോമ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ. കൂരിയാട് ദേശീയപാത തകർന്നതോടെ കോഴിക്കോട് ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ കൂരിയാട് പനമ്പുഴ റോഡിലൂടെയാണ് കടത്തിവിടുന്നത്. ഇതുമൂലം പ്രദേശവാസികൾ ആകെ ദുരിതത്തിലായിരിക്കുകയാണ്. വലിയ കണ്ടെയ്നർ ലോറി അടക്കം ഇതുവഴി വരുന്നതിനാൽ ലൈനിൽ തട്ടുന്നത് പതിവായിരിക്കുകയാണ്. ഇന്ന് രാവിലെയാണ് കണ്ടെയ്നർ ലോറി വൈദ്യുതി തൂണിൽ തട്ടിയതിനെ തുടർന്ന് മുറിഞ്ഞു വീണത്. ഇതോടെ ഇതുവഴിയുള്ള ഗതാഗതം മുടങ്ങിയിരിക്കുകയാണ്. ഏറെ നേരമായിട്ടും അധികൃതർ എത്തി വൈദ്യുതി പുനഃസ്ഥാപിക്കുന്നതിനും പൊട്ടിയ തൂണ് മാറ്റുന്നതിനുള്ള പ്രവൃത്തി തുടങ്ങാത്തതും പ്രതിഷേധത്തിന് കാരണമായി. നിലവിൽ വൈദ്യുതി തൂണുകൾ മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള പ്രവൃത്തികൾ ആരംഭിച്ചിരിക്കുകയാണ്. അധികൃതർ എത്താത്തതിനെ തുടർന്ന് പൊതുപ്രവർത്തകനായ കക്കാട് കരിമ്പിൽ സ്വദേശി TP ഇമ്രാൻ ജില്ലാ കലക്ടറുമായി ബന്ധപ്പെട്ടതിനെ തുടർന്ന് അടിയന്തര നടപടികൾ സ്വീകരിക്കാമെന്ന് പറഞ്ഞതിന് പിന്നാലെയാണ് വൈദ്യുതി പുനഃസ്ഥാപിക്കുന്നതിനുള്ള പ്രവൃത്തികൾ ആരംഭിച്ചത്. കണ്ടെയ്നർ ലോറിക്ക് മുകളിലേക്ക് പൊട്ടിവീണ വൈദ്യുതി തൂണ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. മാത്രവുമല്ല, പ്രദേശത്തെ ഉയരം കുറഞ്ഞ വൈദ്യുതി തൂണുകൾ ആയതിനാൽ അവ മാറ്റി ഉയരമുള്ള വൈദ്യുതി തൂണുകൾ സ്ഥാപിക്കുന്നുമുണ്ട്. ഇവിടെ അവിടെ ട്രെയിലറേറ്റ് റോഡ് ബ്ലോക്കായി കിടക്കുകയാണ് കാണുന്നത്. അത് കൂടാതെ ഇവിടെ 2-3 ദിവസം മുമ്പേ ഇന്നലെ മിഞ്ഞാന്നൊക്കെ ആയിട്ട് വേറെ വാഹനങ്ങൾ അടിച്ചിട്ട് ഇവിടെ വേറെയും പോസ്റ്റുകൾ പൊട്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അത് നന്നാക്കിക്കൊണ്ടിരിക്കണം. അത് നന്നാക്കി കഴിഞ്ഞപ്പോൾ ആ പോസ്റ്റ് നീക്കുള്ളൂ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള പ്രദേശവാസികൾ ഭയങ്കര അടങ്ങാറിലാണ്. 2-3 ദിവസമായിട്ട് ഇവിടെ കറണ്ടില്ല. ഈ പോസ്റ്റ് ഇങ്ങനെ വീണിട്ട് പിന്നെന്ന് വെച്ചാൽ ട്രെയിലറുകൾ ഇതുകൂടി വരാൻ പാടില്ല. അവരിത് തെറ്റിച്ചിട്ട് വരേണ്ടതാണ് ഈ പ്രശ്നം. പിന്നെ മറ്റൊന്ന്, അവിടെ സൂചനാ ബോർഡ് വെച്ചിട്ടില്ല. ഈ ട്രെയിലർ അവിടെ വരാൻ പാടില്ല എന്നുള്ള ചിത്രങ്ങൾ സഹിതം അവിടെ ബോർഡുകൾ വെച്ചാലേ ആളുകൾക്ക് കാണുള്ളൂ. മറ്റേത് ആ ഗ്യാപ്പിലൂടെ ഈ വാഹനങ്ങൾ വരികയാണ്. ഇനിയിപ്പോൾ അവിടെ സൂചനാ ബോർഡ് പോലീസുകാരില്ലാത്ത സമയത്ത് മനസ്സിലാണ്ടിട്ട് വലിയ രീതിയിൽ സൂചനാ ബോർഡുകൾ വെക്കണം, ഇത്തരം വലിയ വാഹനങ്ങൾ ഇതുകൂടെ പ്രവേശിക്കരുതെന്ന് പറഞ്ഞിട്ട്. അതല്ലെങ്കിൽ ഇതേമാതിരി ഈ പ്രദേശത്തെ ആളുകൾ ബുദ്ധിമുട്ടാവും. മറ്റൊന്ന്, ഇത് ഇപ്പോൾ പ്രധാന പാതയാണ്. അപ്പോൾ ഈ റോഡ് തിരങ്ങാടി മേഖലയിൽ മൊത്തം വിഷയമാവും, മൊത്തം ജാമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയാവും. അപ്പോൾ ഈ പ്രശ്നം ബന്ധപ്പെട്ട അധികൃതർ ഗൗരവമായി ചിന്തിക്കേണ്ട വിഷയമാണ്. ഇതിലൊന്നും അനാസ്ഥ കാണിക്കരുത്. ഈ അനാസ്ഥ കാണിച്ചതിൻ്റെ പ്രശ്നമാണ് ഇപ്പോൾ ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഈ പ്രദേശത്തുകാരും ദേശീയപാതയിലൂടെ പോകുന്ന വാഹനങ്ങളും ഒക്കെ ഈ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ന് ജംസ് സ്കൂളിൽ നിന്ന് ലീവാണ്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ ബന്ധപ്പെട്ട അധികൃതർ ഇത് വേണ്ടപ്പെട്ട ശ്രദ്ധ കൊടുക്കാത്തതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ. അവിടെ 2 പോലീസുകാർ, അതിലങ്ങ് സൂചനാ ബോർഡ്, രാത്രി അവിടെ ഇത് വേണം, അവിടെ ആൾ വേണം. അതല്ലെങ്കിൽ അവിടെ സൂചനാ ബോർഡ് വെക്കണം. അതല്ലെങ്കിൽ ഇതേമാതിരി പ്രശ്നങ്ങൾ സംഭവിക്കും. ഈ ജനങ്ങൾ അനുഭവിക്കുന്നതിന് ബുദ്ധിമുട്ട് ഇവർ മനസ്സിലാക്കണം ഇനിയെങ്കിലും. കൂരിയാട് ദേശീയപാത തകർന്നതിനെ തുടർന്ന് കൂരിയാട് പനമ്പുഴ റോഡിലൂടെയാണ് വാഹനങ്ങൾ പോകുന്നത്. വലിയ വാഹനങ്ങൾ ഇതുവഴി പോകുമ്പോൾ ലൈനിൽ തട്ടുന്നത് പതിവായിരിക്കുകയാണ്. K-ഫോൺ ലൈന് താഴ്ന്നു കിടക്കുന്നതും അപകടത്തിന് കാരണമാകുന്നതായി നാട്ടുകാർ പറഞ്ഞു. പോസ്റ്റ് മുറിഞ്ഞു വീണതിനാൽ ഇതുവഴിയുള്ള ഗതാഗതം നിർത്തിവെച്ചിട്ടുണ്ട്. യാത്രക്കാർ മറ്റു റോഡുകൾ ഉപയോഗപ്പെടുത്തണമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. കൂരിയാട് ദേശീയപാത തകർന്നതുമൂലം കൂരിയാട് പനമ്പുഴ റോഡിൽ ജനങ്ങളാകെ ബുദ്ധിമുട്ടിലാണ്. അധികൃതരുടെ അനാസ്ഥയാണ് ഇതിന് കാരണമെന്ന് നാട്ടുകാരായ ബിഷർ CH, റിജേഷ് ബാബു KP എന്നിവർ പറഞ്ഞു. നാട്ടിൽ ഈ റോഡിൽ ഹൈവേൻ്റെ പണിയുടെ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുകയാണ്. നിരന്തരം വാഹനങ്ങൾ കടന്നു പോകുന്നതുകൊണ്ട് ഭയങ്കര നെയ്വുകളും കാര്യങ്ങളൊക്കെ 3-4 പോസ്റ്റുകൾ വീണു. ഞങ്ങൾ പരാതികൾ ഒരുപാട് കൊടുത്തു, പക്ഷേ യാതൊരു നടപടി ഉണ്ടായിട്ടില്ല. ഇവിടെ ഇപ്പോൾ കളക്ടർ, ഇവിടെ പഞ്ചായത്ത് സെക്രട്ടറിക്ക്, തഹസീൽദാർക്ക്, വേങ്ങര സ്റ്റേഷനിലൊക്കെ പരാതി കൊടുത്തു, യാതൊരു നടപടി ഉണ്ടായിട്ടില്ല. വലിയ വാഹനം കടന്നു പോകുന്നതുകൊണ്ട് ഇവിടുത്തെ വീടുകൾക്ക് കുരുക്കങ്ങളും കാര്യങ്ങളൊക്കെ അനുഭവപ്പെടുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പോലീസ് അവിടെ വണ്ടി ഡൈവേർട്ട് ചെയ്ത് വിടാൻ വേണ്ടി നിന്നിരുന്നു. ആ പോലീസിനെ പിൻവലിച്ചിട്ടുണ്ട്. എന്താണ് കാരണം എന്ന് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ 2 ദിവസമായിട്ട് ഇവിടെ കറണ്ടുകളൊന്നുമില്ല. കറണ്ടില്ല എന്ന് മാത്രമല്ല, റോഡ് കംപ്ലീറ്റ് പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട്. ആ റോഡിൻ്റെ ചിത്രങ്ങൾ എടുക്കാം. അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളായിട്ട് ആരും അധികൃതരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല. പഞ്ചായത്താകട്ടെ മറ്റുള്ളതായിട്ട് ആരും വരുന്നില്ല. അത് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഈ ലോറി എടുക്കുന്നത് ഇപ്പോൾ ഇന്ന് രാവിലെയാണ്, ഇന്നലെ വേറെ ലോറി ആയിരുന്നു. അപ്പോൾ ഈ നാട്ടിലേക്ക് ഇവിടെ താമസിക്കാൻ വളരെ പ്രയാസമാണ്. കറണ്ട് പോയിട്ട് ഇന്നലെ വൈകുന്നേരം പോയതാണ്. ഉച്ചയ്ക്ക് ശേഷം പോയത്. സൂചനാ ബോർഡിന്റെ അതിൻ്റെ ഇടയിൽ
അതിൻ്റെ ഇടയിൽ പല പ്രാവശ്യം പോയിട്ടുണ്ട്, വന്നിട്ടുണ്ട്, പൊട്ടിയിട്ടുണ്ട്, പോസ്റ്റ് മാറ്റിയിട്ടുണ്ട്. അതേപോലെ അവിടെയൊക്കെ വളരെ അനാസ്ഥയായിട്ടാണ്. അവിടെയൊക്കെ സൂചനാ ബോർഡ് പോലും ഒരു പോലീസുകാരനോ ഒരു സൂചനാ ബോർഡ് പോലും വെച്ചിട്ടില്ല, അവിടെയും ഇവിടെയും വെച്ചിട്ടില്ല. അവർ യഥേഷ്ടം ചെറിയ വണ്ടിയായാലും വലിയ വണ്ടിയായാലും അന്യനാട്ടിൽ നിന്ന് വരുന്നതാണ്, അവർക്ക് അറിയാതെ അവർ ഇതിൽ കയറി പോകുന്നു, ലൈനുകൾ പൊട്ടുന്നു, പല പ്രശ്നങ്ങളുണ്ട്. ഇന്നലെ വൈകിട്ട് 2 തവണ ഇത്തരത്തിൽ ലോറി തട്ടി പോസ്റ്റ് മുറിഞ്ഞു വീണതിനെ തുടർന്ന് ഗതാഗതം മുടങ്ങിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇന്ന് രാവിലെ കണ്ടെയ്നർ ലോറി കടന്നു പോകുന്നതിനിടെ ഇലക്ട്രിക് പോസ്റ്റിൽ തട്ടിയതിനെ തുടർന്ന് മുറിഞ്ഞു വീണിരിക്കുന്നത്. സംഭവത്തിൽ അടിയന്തര നടപടി വേണമെന്നാണ് ആവശ്യം. മാത്രമല്ല, വലിയ വാഹനങ്ങൾ കടന്നു പോകുന്നതിലൂടെ പ്രദേശത്തെ റോഡുകൾ തകരുന്നതായും നാട്ടുകാർ പരാതി പറയുന്നു. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി. ചെമ്മാടുകാർക്കിത ഒരു സന്തോഷ വാർത്ത. ഡോണ്ട് മിസ് ദിസ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. തൂബ ജ്വല്ലറി നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഫെസ്റ്റിൽ പങ്കെടുക്കുന്ന 10 ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണാവസരം. ഏപ്രിൽ 12 മുതൽ ജൂൺ 12 വരെ തൂബ ജ്വല്ലറിയിൽ നിന്ന് ആഭരണങ്ങൾ വാങ്ങുന്ന 10 ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് 1ാം സമ്മാനമായി റെഫ്രിജറേറ്ററും, 2ാം സമ്മാനമായി വാഷിംഗ് മെഷീനും, 3ാം സമ്മാനമായി ടിവിയും, അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് തൂബ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത്. തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങളായേക്കാം. ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബ ജ്വല്ലറി സന്ദർശിക്കൂ, സമ്മാനങ്ങൾ സ്വന്തമാക്കൂ.